ഹലോ ഗൈസ്, ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. ഇവിടെ അടുത്ത് ടെസ്കോ ഉണ്ട്. ടെസ്കോ, ഐസ്ലാൻഡ്, പൗണ്ട്സ്ലാൻഡ്, അങ്ങനെ കുറച്ച് കടകളൊക്കെ കയറി ഇറങ്ങി. നമുക്ക് ബാത്റൂം കഴുകുന്ന ബ്രഷ്, കുളിക്കുന്ന ലൂഫ, പിന്നെ അടുക്കളയിലേക്കും അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ വാങ്ങി തിരിച്ച് വന്ന്. പിന്നെ ഞാൻ കുറച്ച് ഇമിഗ്രേഷൻ്റെ പേപ്പേഴ്സ് റെഡിയാക്കാനുണ്ടായിരുന്നു, അതൊക്കെ സെറ്റ് ചെയ്തു, രജിസ്ട്രേഷനൊക്കെ ചെയ്തു. പിസ്സ വാങ്ങി. അപ്പോൾ പിസ്സയൊക്കെ നമ്മൾ ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ട് അത് കഴിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുമായിരുന്നു. മൈക്രോവേവിൽ വെക്കുന്ന സെറാമിക് പാത്രത്തിനെ പറ്റിയായിരുന്നു ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരുന്നത്. ഗൈസ്, ഇന്ന് നമുക്കിവിടെ പിസ്സ പാർട്ടിയാണ്. ആൻഡ് ദിസ് ഈസ് ശ്രീനിത് ഹു ഈസ് കട്ടിംഗ് ദ പിസ്സ. And this is Pristina who is waiting for the pizza. And this is Alisha, she's also waiting for the pizza. So this is George who is waiting for the pizza. And this is Adira who is waiting for the pizza. And this is me who is also waiting for the pizza. Enjoy. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വട്ടത്തിരുന്ന് പിസ്സയെല്ലാം കഴിച്ചു. പിന്നെ അതിൽ ഇടയ്ക്ക് കുറേ എന്തൊക്കെയോ ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മനുഷ്യൻ ശ്രീനിധ് എന്ന ഇവൻ്റെ പേര്, ഇവനെ നമ്മൾ വോക്കിംഗ് ChatGPT എന്നൊക്കെ വിളിക്കുക. ഇവൻ്റെ അടുത്ത് എല്ലാത്തിനും ഉത്തരവുണ്ട്. അങ്ങനൊരു മനുഷ്യനാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ചർച്ച ചെയ്ത് ഡയറ്റിങ്ങിലേക്ക് വന്നു. നമുക്ക് ഡയറ്റ് എടുക്കണം, നമുക്കിനി ജിമ്മിൽ പോകണം, ഷേപ്പിലാവണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ചർച്ചയിലേക്ക് വന്നു. അങ്ങനെ എല്ലാവരും ഐക്യകണ്ഠേന തീരുമാനിച്ചു നമുക്കിനി ജിമ്മിൽ പോകാമെന്ന്. How is the taste? How is the pizza tasting? It's good. Just like pizza. Since it's free, it's great. Yeah. Video to you. No. Take a video. You know Chiu. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്ന് ആ പിസ്സയൊക്കെ കാലിയാക്കി. അതിൻ്റെ ഇടയിൽ ഒരുപാട് എന്തൊക്കെയോ വിഷയങ്ങളിൽ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു. How is the pizza, George? How is the pizza, Pristina? I'm eating the crust. I don't like it. You don't like it? I don't like the crust. So Why? It's burned. It's burned. No, it's not burned. It's crispy. ആക്ച്വലി എല്ലാ എണ്ണം മലയാളികളാണ്, മൊത്തം ഇംഗ്ലീഷിലാണ്. അങ്ങനെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ശ്രീനിധ് ക്രിസ്റ്റീനെ കൊണ്ട് ഡയറ്റ് എടുപ്പിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി. ഇല്ലെങ്കിൽ അവന് 5 പൗണ്ട് വെച്ച് ഓരോ ദിവസം കൊടുക്കണം എന്നുള്ളൊരു കണ്ടീഷനിൽ അവളെ നാളെ തൊട്ട് ഡയറ്റ് എടുപ്പിക്കുവാണ്. Guys, from today onwards, Christina is going to take a diet and this is the last bite of cookie she'll be having for the next 6 months, right? Yeah. Right? Say deal. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ഗൈസ്.